പൊതുവിൽ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിലും എവിടെയൊക്കെയാണോ കോൺഗ്രസ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എടുത്തു കാണിക്കാതെ മത്സരിച്ചിട്ടുള്ള അവിടെയൊന്നും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദുർഗതി കോൺഗ്രസിന് കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണോ? കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്റ്റ് ചെയ്യേണ്ട എന്ന AICCയുടെ തീരുമാനം ബുദ്ധിപരമാണോ? മുഖ്യമന്ത്രി ഉയർത്തി കാണിച്ചാലേ ജയിക്കൂ എന്ന് പറയുന്നതിനോട് യോജിപ്പൊന്നുമില്ല. പിന്നെ സാഹചര്യങ്ങൾ വന്നാൽ അന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഉയർത്തിക്കാട്ടാൻ ഇപ്പോൾ കേരളത്തിൽ 3-4 പേരുകളായല്ലോ. സതീശന്റെ പേര്, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ഹൈക്കമാൻഡ് ഒരാളെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അതല്ല വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. സത്യസന്ധമായി പറഞ്ഞാൽ ശരി, കെ മുരളീധരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹം താങ്കൾക്കുണ്ടോ? എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും നല്ലതല്ല. ഇതുവരെ ആയത് തന്നെ സംതൃപ്തിയുണ്ട്. എന്ത് അയോഗ്യതയാണ് താങ്കൾക്കുള്ളത്? ഞാൻ അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അല്ല, സ്വയം വിലയിരുത്തുമ്പോൾ അല്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും സ്വയം വിലയിരുത്തേണ്ടതല്ല. ഇതൊക്കെ പാർട്ടിയാണ് വിലയിരുത്തേണ്ടത്. ഓരോരുത്തരുടെ കഴിവുകൾ എന്താണ്, ദൗർബല്യങ്ങൾ എന്താണ്, അത് നോക്കി തീരുമാനം എടുക്കേണ്ട പാർട്ടിയാണ്. എന്താണ് താങ്കളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം അനുകൂലമാണ്? ഞങ്ങൾ ലോക്കലായിട്ടുള്ള സംസ്ഥാന അഖിലേന്ത്യാ രാഷ്ട്രീയം മാത്രമല്ല, ലോക്കലായിട്ട് കഴിഞ്ഞ 5 വർഷം ഈ നഗരത്തിലുണ്ടായ പാളിച്ചകൾ അത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അടുത്ത 5 വർഷത്തിനകത്തുള്ള താങ്കളുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കണം എന്ന് ഒരു കണക്കുകൂട്ടൽ ആലോചനയോ താങ്കൾക്കുണ്ടോ? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഏതായാലും ഈ ലോക്കൽ ബോഡി കഴിയട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.